വിശുദ്ധ ജോൺ ബ്രിട്ടോ. പോർത്തുഗലിൽ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജോൺ ബ്രിട്ടോ ജനിച്ചു. ജോണിന്റെ ഭക്തജീവിതം കൂട്ടുകാർക്ക് രസിക്കാത്തതിനാൽ ബാല്യത്തിൽ കുറെ സഹിക്കേണ്ടി വന്നു. അക്കാലത്ത് ജോണിന് ഗുരുതരമായ സുഖക്കേട് വരികയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ മാധ്യസ്ഥത്താൽ സുഖം പ്രാപിക്കുകയും ചെയ്തു. അന്നു മുതൽ ജോണിന്റെ ആഗ്രഹം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറെ അനുകരിക്കുക എന്നതായിരുന്നു. 1662 ഡിസംബർ 17 ലിസ്ബണിലെ ഈശോ സഭ നവസന്യാസ മന്ദിരത്തിൽ അദ്ദേഹം പ്രവേശിച്ചു. 11 കൊല്ലങ്ങൾക്ക് ശേഷം മാതാപിതാക്കന്മാരുടെയും കൊട്ടാരത്തിന്റെയും എതിർപ്പുകൾ അവഗണിച്ച് മിഷൻ പ്രവർത്തനങ്ങൾക്കായി പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. ലോകത്തിൽ നിന്നും സന്യാസ ജീവിതത്തിലേക്ക് എന്നെ വിളിച്ച ദൈവം ഇന്ത്യയിലേക്ക് എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലേക്ക് പോകാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 14 കൊല്ലങ്ങൾക്ക് ശേഷം അദ്ദേഹം മധുര, രാമേശ്വരം, തഞ്ചാവൂർ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. വിജയകരമായ മിഷൻ പ്രവർത്തനങ്ങളാൽ ദോക്ഷാകുലരായ രാജാവ് അദ്ദേഹത്തെ നാടുകടത്തി. താമസിയാതെ തന്നെ തന്റെ പ്രിയപ്പെട്ട മിഷൻ പ്രവർത്തന രംഗത്തേക്ക് തിരിച്ചു വന്നു. സ്നാപക യോഹന്നാനെ പോലെ ഒരു സ്ത്രീയുടെ കോപത്തിന് അദ്ദേഹം പാത്രമായി മാനസാന്തരപ്പെട്ടു. വേദന സമ്പൂർണമായ ജയവാസത്തിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ തല വെട്ടപ്പെട്ടു. 1947 ജൂൺ 22 അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു.